എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആളുടെ കുറച്ച് പെക്യുലാരിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. ആള് ഫിറ്റ് ആവാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ജിമ്മിന് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയും ഇന്ന് സുഖമില്ല, പനിയാണ്, അടുത്ത തിങ്കളാഴ്ച മുതൽ പോവാം. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള റീസൺ ജലദോഷമാണെന്നാണ് വാലിഡ് പോയിന്റ്. ജലദോഷമാണെന്നുണ്ടെങ്കിൽ ആർക്കും പോകാൻ പറ്റില്ല. പൈസക്കാരനാവാൻ അതിയായ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ കിട്ടുന്ന ഓരോ ചില്ലിക്കാശും ചായ കുടിച്ചിട്ടൊക്കെ ചിലവാക്കി തീർക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും ചായ കുടിക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ചായ കുടിക്കാണ്ട് പിന്നെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാലിഡ് പോയിന്റ്. വെരി റീസെൻ്റ്ലി ആളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അകപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യേണ്ട, ആൾ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞത്. മേ ബി മാറുമായിരിക്കും, എനിക്കറിയില്ല. ഫോൺ അഡിക്റ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നിർത്താണ്ട് സ്ക്രോൾ ചെയ്തും കൊണ്ട് നിൽക്കും. ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ രാവിലെ ഫുള്ള് പണിയെടുക്കല്ല, ആകെ കിട്ടുന്നൊരു സമയത്തല്ല, ഈ സമയത്തെങ്കിലും ഞാൻ തോണ്ടിക്കോട്ടെ എന്ന്. ഒന്നും പറയാനില്ല, കറക്റ്റാണ്. വർക്ക് ചെയ്യുന്ന സ്ഥലത്തോളം വെറുപ്പുള്ള വേറൊരു സാധനമില്ല. പക്ഷെ എന്നാലും ചോദിച്ചാൽ പറയും എൻ്റെ ചിലവൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, തൽക്കാലം ഇതൊക്കെ മതിയെന്ന്. ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. മേക്ക് സെൻസ്. ഇതിനൊരു വാക്കുണ്ട്, ഇതൊരു മെൻ്റൽ ഡിസോർഡർ ഒന്നുമല്ല, കോഗ്നേറ്റീവ് ഡിസനൻസ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് ദി മെൻ്റൽ ഡിസ്കംഫർട്ട് വെൻ യുവർ ബിലീവ്സ് ആൻഡ് ആക്ഷൻസ് ഡസൻ മാച്ച്. അപ്പം ഞാൻ ഒരു സാധനം വിശ്വസിക്കുന്നു, ഞാൻ വേറെന്തോ ചെയ്യുന്നു, അപ്പം എനിക്കൊരു മെൻ്റലി ഒരു ഡിസ്കംഫർട്ട് വരും. പണ്ടാലും ചെയ്യേണ്ടില്ലേനു, വർക്കൗട്ടിന് പോയാൽ മതിയേനു, ഇത്രയും നേരം സ്ക്രോൾ ചെയ്തിരിക്കലില്ലേനു, ആ സമയത്ത് 2 ബുക്ക് വായിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അതിന് പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസനൻസ്. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. ഞാൻ ആ വാക്ക് പഠിച്ചു, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമായി, കോഗ്നിറ്റീവ് ഡിസനൻസ്. നമുക്കൊരു വെറുതെ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നിനക്ക് കോഗ്നിറ്റീവ് ഡിസനൻസ് ആടാന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് പിന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ. ഇതിന് സൊല്യൂഷനൊന്നും ഇല്ല കേട്ടോ, ബൈ ദ വേ. ഇത് അത്രയേ ഉള്ളൂ സാധനം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മനസ്സിലാക്കിയിട്ട് സംഭവം ചെയ്യാന്നുള്ളത് തന്നെ ഉള്ളൂ. ഇതിന് വേറെ പരിപാടിയൊന്നുമില്ല. ശരി, എന്നാൽ കാണാം.